ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദന മാറിക്കും, ഞാൻ ചെയ്തോളാം. വേണ്ട ഏട്ടത്തി. ഏട്ടത്തിക്കുള്ള ഇലയട ദേ ഈ കാസറോളി വെച്ചിട്ടുണ്ടോ? അമ്മ വിനുവേട്ടന് വേണ്ടി ഉണ്ടാക്കിയതാ. കുറച്ച് മധുരം കൂടി പോയിട്ടുണ്ടോ എന്നൊരു സംശയം. അതിലും മധുരം ഉണ്ട് വന്ദനെ, പ്രകാശേട്ടൻ ഇപ്പൊ വന്ന മാറ്റത്തിന്. വന്ദനയുടെ മൗനം കാണുമ്പോ അറിയാം പ്രകാശേട്ടന്റെ മാറ്റമൊന്നും വന്ദനയ്ക്ക് വിശ്വാസം വന്നിട്ടില്ലാന്ന്. അങ്ങനെയൊന്നുമില്ല സുചിത്ര ഏട്ടത്തി. ഒരാൾക്ക് മാറ്റം വരാൻ കുറച്ചു സമയം മതിയല്ലോ. സുചിത്ര ഏട്ടത്തിയോടൊപ്പം താമസിക്കുന്ന ഒരാള് എന്നെ ഇങ്ങനെയൊക്കെ മാറേണ്ടതാ. ഈ മാറ്റം സത്യമാണെങ്കിൽ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ പ്രകാശേട്ടൻ ഈ മാറ്റത്തിൽ ജീവിച്ചാ മതി. വിനുവേട്ടൻ എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള പരിശ്രമത്തിലാ പ്രകാശേട്ടൻ. ഒരുപക്ഷെ വിനുവിനെയും മീനാക്ഷിയെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതിന്റെ കുറ്റബോധം കൊണ്ടായിരിക്കും. എന്തൊക്കെയായാലും ആ പാവത്തിന് കയറിക്കിടക്കാൻ ഒരു കൂര ഉണ്ടാവുമല്ലോ. സുചിത്ര ഏട്ടത്തി, നിങ്ങൾക്കേ ഒരു വീടില്ല. അങ്ങനെയുള്ളപ്പോ വിനുവേട്ടന് ഒരു വീട് പണിഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാ അത് വലിയ ബാധ്യതയാവും. ആ ബാധ്യതയൊക്കെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് പ്രകാശേട്ടൻ ഉണ്ടാവൂ എന്നുള്ള സംശയമാണ് എനിക്ക്. എന്റെ കൂടെപ്പറപ്പായ പ്രകാശേട്ടൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നിമിഷം വരെ സ്വന്തം ലാഭത്തിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. നിത്യവൃത്തിക്ക് വകയില്ലാത്ത വിനുവേട്ടനെയും മീനാക്ഷിയെ സഹായിച്ചതുകൊണ്ട് പ്രകാശേട്ടന് സാമ്പത്തികമായി ഒന്നും കിട്ടാൻ പോകുന്നില്ല. മൊത്തത്തിലെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. വന്ദനെ, അല്ലേട്ടതി, ചിലപ്പോ എന്റെ ചിന്തകളുടെ പ്രശ്നമായിരിക്കും. അതിരാവിലെ ഒരാൾ ഉറക്കെണീക്കുന്നു, അന്ന് വരെ പോവാത്ത വിനുവേട്ടന്റെ വീട്ടിൽ പോകുന്നു, മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എനിക്കെന്തോ ഇതൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. വന്ദനെ, അപ്പൊ നീ പറഞ്ഞു വരുന്നത്? സുചിത്ര ഏട്ടത്തി, ഇത് ജഗനുള്ള ഫോണാ. ഞാനൊന്ന് കൊടുത്തിട്ട് വരാം. പിന്നെ ഇലയുടെ കഴിക്കുന്ന കാര്യം മറക്കണ്ട. പ്രകാശേട്ടൻ എന്താ ഇത്ര വൈകിയത്? വിളിച്ചിട്ട് ഫോണും എടുത്തില്ലല്ലോ. ഓക്കെ പറയാം. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആഹാരം എടുത്തു വെക്കേ. പ്രകാശേട്ടൻ മേല് കഴുകി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ആ അമ്മേ, പ്രകാശേട്ടൻ വന്നു. അമ്മ പോയി കിടന്നോളൂ. അടുക്കളയിൽ കുറച്ചു പാത്രം കൂടി കഴുകാനുണ്ട്. അതുകൂടെ കഴുകിയിട്ട് ഞാൻ കിടന്നോളാം. വേണ്ടമ്മേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലല്ലേ സുചിത്രേ. മോള് പ്രകാശിന് ആഹാരം കൊടുക്ക്, ഞാൻ പാത്രം കഴുകാം. മാനത്തെ കൊട്ടാരം